മിഷൻ ബോൺ പെട്രോൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെൽഡിംഗ് മെഷീനാണ്. നമ്മൾ ഐബലിന്റെ ഒരു 220 ആംസ് വെൽഡിംഗ് മെഷീനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഐബലിന്റെ മാത്രമല്ല വെൽഡിംഗ് മെഷീൻ ചെയ്യുന്നത്, ഒരുപാട് ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. സായി ചെയ്യുന്നുണ്ട്, അതുപോലെ തോറിന്റെ വരുന്നുണ്ട്, ആർക്ക് ഫ്ലോ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ടൈപ്പ് ഐബലിൽ തന്നെ നമുക്ക് ഒരുപാട് റേഞ്ച് ഉണ്ട്. ഇപ്പൊ 160 ആംസ് ഉണ്ട്, 180 ആംസ് ഉണ്ട്, 200 മാഗ് 400 ആംസ് വരെ നമ്മൾ ഐബലിന്റെ വെൽഡിംഗ് മെഷീൻ ചെയ്യുന്നുണ്ട്, സായിയുടെ വെൽഡിംഗ് മെഷീൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്, നമ്മൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് കംപ്ലൈന്റ് കുറവുള്ളൂ, എന്നാൽ നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് വെൽഡ് ചെയ്യാവുന്ന കോമ്പാക്ട് ആയിട്ടുള്ള വെൽഡിംഗ് മെഷീൻ വേണം. അങ്ങനെ ആളുകൾ നമ്മുടെ അടുത്ത് പറയാറുണ്ട്. ചെറിയ വെൽഡ് മെഷീൻ ആവണം, പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് വെൽഡ് ചെയ്യും വേണം. അപ്പൊ അങ്ങനെ ഒരു വെൽഡിംഗ് മെഷീൻ നമ്മൾ ഐബലിന്റെ കാണുന്നത് കേട്ടോ. നമ്മൾ വെൽഡിംഗ് മെഷീനിലോട്ട് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പല ആളുകളും പറ്റിക്കപ്പെടുകയോ അല്ലെങ്കിൽ അറിയാതെ പോകുന്ന കുറെ കാര്യമാണ് ഇതിന്റെ വാറണ്ടി കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ നമുക്കറിയാം, ഒരു 3500 റൂമിൽ നമ്മൾ വെൽഡിംഗ് മെഷീൻ ചെയ്യുന്നുണ്ട്. 3500 മെഷീന് നമ്മൾ ഒരിക്കലും വാറണ്ടി കൊടുക്കുന്നില്ല. പക്ഷെ പലരും സർവീസ് വാറണ്ടി എന്ന് പറയും. അപ്പോൾ നമ്മളെപ്പോഴും സർവീസ് വാറണ്ടി എന്താണ്, കമ്പനി വാറണ്ടി എന്താണ് എന്നതിനെ കുറിച്ചും കൂടി ഞാൻ അതിലൊന്ന് പറയാമെന്ന് കരുതി. ആദ്യം നമ്മൾ ഒരു കമ്പനിയുടെ വാറണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഐബലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഐബലിന് നമുക്ക് 2 വർഷമാണ് ഈ മെഷീന് നമുക്ക് വാറണ്ടി വരുന്നത്. അതായത് ഇതിന്റെ ബോർഡിന്, ഐബലിന്റെ വെൽഡിംഗ് മെഷീന്റെ ഉള്ളിലെ ബോർഡിന് നമുക്ക് 2 വർഷം വാറണ്ടി ഉണ്ട്. അതാണ് കമ്പനി വാറണ്ടി. നോർമലി നമ്മൾ സർവീസ് വാറണ്ടി അല്ലെങ്കിൽ 1 ഇയർ സർവീസ് വാറണ്ടി എന്നുള്ളൊരു ജസ്റ്റ് നമ്മൾ പറയുന്ന പോലെ ഒരു പറയും പലരും, പല കോയമ്പത്തൂർ എന്നൊക്കെയാണ് കൂടുതലും ഈ സർവീസ് വാറണ്ടിയുടെ പ്രശ്നം. സർവീസ് വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു മെഷീൻ കൊടുത്തു കഴിഞ്ഞാൽ, കേടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സർവീസ് ചെയ്ത് തരും, അതിന്റെ പാർട്സിന്റെ പൈസ വരും. നമ്മൾ വെൽഡിംഗ് മെഷീൻ നമുക്ക് എപ്പോഴും അറിയാം, വെൽഡിംഗ് മെഷീൻ നമുക്കൊരു സർവീസിന് കൊടുത്ത മിനിമം ഒരു 1500 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് എപ്പോഴും ബില്ല് വരുന്ന കാര്യമാണ്. അപ്പോൾ സർവീസ് വാറണ്ടിയും നമ്മൾ എപ്പോഴും ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ ഇതിന്റെ ഒരു കംപ്ലൈന്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പാർട്സിന് പൈസ വരുമോ, അതോ ഫ്രീ ആയിട്ടാണോ സർവീസ് വരിക? അപ്പൊ ഐബലിന് നമ്മൾ 2 വർഷം വാറണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1 രൂപ ചെലവില്ലാതെ നമ്മൾ സർവീസ് കിട്ടും. അതാണ് ഐബലിന്റെ ഒരു പോളിസി. അപ്പൊ നമുക്ക് ഇതിന്റെ മെഷീൻ ഓപ്പൺ ചെയ്ത് ഇതിന്റെ കാര്യങ്ങളും ഇതിന്റെ ബാക്കി ഇതിന്റെ മെഷീന്റെ വലുപ്പവും കാര്യങ്ങളും ഇതിന്റെ വാട്സും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊന്ന് കാണിച്ചു തരാവുന്നതാണ് കേട്ടോ. 220/76 M220/76 എന്ന് പറഞ്ഞ മോഡലിലാണ് ഐബലിന്റെ ഈ ഒരു മെഷീൻ വരുന്നത്. ഐബലിന്റെ എല്ലാ മെഷീനും 2 വർഷം വാറണ്ടി ഇല്ല. ചില മെഷീൻ ഇപ്പൊ നമുക്ക് 289, അതുപോലെ 160, 17, 180 അങ്ങനെ പല മെഷീനും 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. 250 തന്നെ നമുക്ക് 2 ഇയർ വാറണ്ടി വരുന്നുണ്ട്. 200 2 ഇയർ വാറണ്ടി വരുന്നുണ്ട്. നമുക്ക് ഈ വാറണ്ടി ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും കമ്പനി വാറണ്ടി ചോദിച്ചു വാങ്ങിക്കണം. ഇതാണ് നമ്മുടെ വെൽഡിംഗ് മെഷീൻ വരുന്നത്. വളരെ കോമ്പാക്റ്റ് ആണ് വരുന്നത്, നല്ല അടിപൊളി മെഷീനാണ്. വളരെ പിന്നെ ഇതിന്റെ വാറണ്ടി കാർഡ്, നമുക്കിതിൽ എപ്പോഴും കമ്പനി ഇതേപോലെ വാറണ്ടി കാർഡുകൾ നമ്മൾ ചോദിച്ചു വാങ്ങുക. അതിൽ സീൽ ചെയ്ത് ഡേറ്റ് എഴുതി തന്നാൽ മാത്രമാണ് നമ്മൾ വാറണ്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വാഗൊണ്ട് വെറുതെ വാറണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ എസ്റ്റിമേറ്റ് ബില്ലും നമ്മൾ വാങ്ങിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മൾ സർവീസ് സെന്ററിൽ, പിന്നെ നമ്മൾ അല്ലെങ്കിൽ ഓതറൈസ്ഡ് സർവീസ് സെന്ററുകളോ കാര്യങ്ങളോ ഒന്നും ഐബലിനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മെഷീൻ വാങ്ങി നമുക്ക് പലരും ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കാസർഗോഡെന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു വെൽഡിംഗ് മെഷീൻ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുത്തുള്ള കസ്റ്റമർ ആണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റിക്കഴിഞ്ഞാൽ ഇത് സർവീസ് നമ്പറിന്റെ അഡ്രസ്സാണ്, കമ്പനി ആലുവ അഡ്രസ്സാണ് സർവീസിന്റെ. നിങ്ങൾ നേരെ അങ്ങോട്ട് കൊറിയർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി അവിടെ നിന്ന് സർവീസ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചയച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ഒരു കമ്പനി ഓതറൈസ്ഡ് സർവീസ് സെന്റർ ഉള്ള മെഷീൻസുകൾ നിങ്ങൾ എപ്പോഴും വാങ്ങിക്കുക. അപ്പൊ നമുക്ക് ഭാവിയിൽ ഇപ്പൊ നമ്മൾ 2 വർഷമല്ല, നിങ്ങൾ കംപ്ലൈന്റ് ആയി ഒരു 5 വർഷം കഴിഞ്ഞ് മെഷീൻ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സർവീസ് കിട്ടും. അങ്ങനെയുള്ള ഗുണമാണ് ഇതിനുള്ളത്. ഇതിന്റെ ഒരു ഗ്ലാസ് വരുന്നുണ്ട്, സേഫ്റ്റി ഗോഗിൾസ് വരുന്നുണ്ട്. ഇതൊരു വലിയ കാര്യമൊന്നുമില്ല, ഒരു ഷിപ്പിംഗ് ഹാമറിന്റെ ഒരു മോഡലും ഒരു വയർ ബ്രഷും കൊടുത്തേക്കുന്നു. അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ഓക്കെ, ഒരു 3 മീറ്ററോളം നമ്മുടെ വെൽഡിംഗ് ഹോൾഡറും ഒരു 1.5 മീറ്ററോളം എർത്തിന്റെ ഹോൾഡറും വരുന്നുണ്ട്. നമ്മൾ സാധാരണ ചെറിയ മെഷീൻസുകൾക്ക് വരുന്ന ഇത് ചെറിയ കണക്ടറായിരിക്കും, പക്ഷെ നമുക്ക് വലിയ മെഷീൻസ് വരുന്ന പോലെ 35-50ന്റെ വലിയ കണക്ടറാണ് ഇത് രണ്ടിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ മെഷീൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ നമുക്ക് അറിയാൻ പറ്റും എത്ര ആംബിയർ വർക്ക് ഓൺ ആക്കിയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് കുത്തി നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ സ്വിച്ചിൽ നമ്മുടെ ബാക്കിൽ നമുക്ക് കാണിക്കൂടും. ഇവിടെ നമുക്ക് സ്വിച്ചിൽ കറണ്ട് വരുന്നത് ഇവിടെ കാണാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ സാധാരണ എല്ലാ വെൽഡിംഗ് മെഷീനും ഒരു നോർമലി വരുന്ന മോസ്ഫെറ്റ് മോഡലാണെങ്കിൽ നമുക്ക് IGBT മോഡലാണ്. അത് മോസ്ഫെറ്റിന് ശേഷം വന്നിട്ടുള്ളതാണ് IGBT മോഡൽ മെഷീൻസുകളിൽ ഈ ഒരു മോഡൽ മെഷീൻ്റെ പ്രത്യേകത, നമ്മൾ വെൽഡിങ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ഫാൻ വർക്ക് ആവുള്ളൂ. സാധാരണ എല്ലാ മെഷീനും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്താൽ അപ്പം തന്നെ നമുക്ക് ഫാൻ വർക്ക് ആവും. പക്ഷെ ഇത് അങ്ങനെയല്ല, നമ്മൾ ജസ്റ്റ് മെറ്റലിൽ നമ്മൾ വെൽഡിംഗ് റാഡ് ടച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ഫാൻ വർക്ക് ആവുക. നമ്മൾ കുറച്ച് കൂടുതൽ ടൈം ഉപയോഗിക്കാതിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫാൻ കട്ട് ഓഫ് ആവുകയും ചെയ്യും. അതുപോലെ നമ്മളത് മെഷീൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ നമുക്ക് ഇത് 220 ആംബിയർ വരെയാണ് നമ്മൾ ഇതിന്റെ മാക്സിമം കറണ്ട് വരുന്നത്.
ഏറ്റവും മിനിമം നമ്മൾ 20-22 ആ റേഞ്ചിൽ നമുക്ക് 19 മുതൽ നമുക്കിതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ഒരു നോർമലി നമ്മളൊരു 10 കേജിൻ്റെ ഒക്കെ വെൽഡിങ് അല്ലെങ്കിൽ 12 കേജ് വെൽഡിങ് റോഡൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 60 ഇട്ടാൽ തന്നെ നമുക്ക് സാധാരണ രീതിയിൽ വെൽഡ് ചെയ്യാൻ പറ്റും. വോൾട്ടേജ് കുറവുള്ളതൊക്കെ ആണെങ്കിൽ നമുക്കൊരു 80 ഇട്ടാൽ മതി. അതുപോലെ തന്നെ നമുക്ക് 10 കേജിൻ്റെ നമുക്ക് അത് 3.15 റാഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു 120, 100, 120 അത് ഡിപ്പെൻഡ് നമ്മുടെ ലൈനിലെ വോൾട്ടേജും കൂടി കണക്ക് കൂട്ടിയിട്ടാണ് അത് വരുന്നത്. അതുപോലെ നമുക്ക് 8 കേജ് റാഡൊക്കെ നമുക്ക് വെൽഡ് ചെയ്യുമ്പോൾ നമുക്ക് 200, 220 നമുക്ക് 8 കേജ് റാഡ് വരെ നമുക്ക് വെൽഡ് ചെയ്യാം. അടുത്ത നോബ് കാണുന്നത് നമുക്ക് ആർക്ക് ഫോഴ്സ് എന്ന് പറയും. അതായത് നമ്മൾ സാധാരണ നമ്മൾ ഏതെങ്കിലും ഭാഗങ്ങളിൽ ആംഗിൾ ഗ്രൈൻഡർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ വെൽഡിംഗ് റാഡ് വെച്ച് കത്തിച്ച് എടുക്കാറുണ്ട്. അങ്ങനെ കത്തിക്കാനായിട്ട് നമുക്ക് ആർക്ക് ഫോഴ്സ്, നമ്മളെ വെൽഡിങ്ങിന്റെ ആ ഒരു തീ കൂട്ടാനായിട്ടുള്ളതാണ്, ആർക്ക് ഫോഴ്സ് കൂട്ടാനുള്ളതാണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ നമുക്ക് ആർക്ക് ഫോഴ്സ് നമുക്ക് എത്ര വേണ്ടതനുസരിച്ച് കൂട്ടിയിട്ട് കത്തിച്ചെടുക്കാവുന്നതാണ്. ചില പൈപ്പൊക്കെ നമുക്ക് കത്തിക്കാനൊക്കെ ഉണ്ടായിരിക്കും, മെറ്റലിന്റെ പീസ് എന്തെങ്കിലും കത്തിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഈ ആർക്ക് ഫോഴ്സ് കൂട്ടിയിട്ട് കത്തിക്കാൻ പറ്റും. ഇതിന്റെ പ്രൈസ്, നമ്മുടെ ഈ മെഷീന്റെ പ്രൈസ് വരുന്നത് ഓൺലൈൻ വെച്ച് 6900 റേഞ്ച് പ്രൈസ് വരുന്നുണ്ട്. നമ്മൾ നിങ്ങൾക്ക് ഒരു ഓഫർ റേറ്റ് ആയിട്ട് 6500 രൂപയ്ക്ക് നമുക്ക് തരാൻ കഴിയും. വേണ്ടവരെ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതൊന്നിന്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചിട്ട്, ഞാൻ പ്രൊഫഷണൽ ആയിട്ട് വെൽഡിംഗ് എന്ന് പറയുന്ന ആളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്തിട്ട് അതിന്റെ വെൽഡ് ചെയ്യുന്നത് എങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവുന്നതാണ് കേട്ടോ. നമ്മൾ വെൽഡിംഗ് മെഷീൻ ഓൺ ആക്കുകയാണ്. ഓൺ ആക്കി കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം മൈനസ്, പ്ലസ്. മൈനസിൽ നമ്മൾ എർത്താണ് നമ്മൾ കണക്ട് ചെയ്യുക, എർത്ത് നമുക്കിത് കണക്ട് ചെയ്യുന്നു. അതുപോലെ പ്ലസ്സിലോട്ട് നമ്മൾ ഹോൾഡറിന്റെ കണക്ഷന് കൊടുക്കും. ഇതൊക്കെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. വെൽഡിങ് ചെയ്യുന്ന, വെൽഡിങ് മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. വെൽഡിങ് ചെയ്യാത്ത അല്ലെങ്കിൽ സാധാരണക്കാർക്കും മെഷീൻസുകൾ വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് നമ്മൾ എർത്തിലോട്ട് കണ്ടിട്ട് ഈ കമ്പി കണ്ടിട്ട് പേടിക്കേണ്ട ആരും, കാരണം അത് ഞങ്ങളുടെ വെൽഡിങ് മെഷീന് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ജസ്റ്റ് ഇതിന്റെ വെൽഡിങ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. കാരണം പ്രൊഫഷണലായിട്ട് ഇതിനെ ഒന്നും ഞാൻ പറയുന്നില്ല ഇതിനെക്കുറിച്ച്. കാരണം വെൽഡിങ് എന്നെക്കാളും അറിയുന്ന, വെൽഡ് ചെയ്യാൻ അറിയുന്ന ആളുകൾ ഒരുപാടുണ്ട്. ജസ്റ്റ് നമുക്ക് ഇത് നമ്മൾ ഇട്ടേക്കുന്നത് 3.15 റാഡാണ് നമ്മൾ ഇട്ടേക്കുന്നത്. നമ്മളൊരു 130 ഇട്ടിട്ട് നമ്മൾ സുഖമായിട്ട് നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് ഇതിന്റെ 4mm റാഡാണ്. കുറച്ചും കൂടി നമുക്ക് ഹെവി ആയിട്ട് വെൽഡ് ചെയ്യാനായിട്ട് 4mm റാഡൊക്കെ നമ്മൾ ഉപയോഗിക്കുമല്ലോ, അതാണ് കേട്ടോ. അത് നമുക്ക് ആംബിയർ കുറച്ചുകൂടി കൂട്ടിയിട്ട് കൊടുക്കാം. ഇത് നമ്മൾ 8 കേജിന്റെ റാഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് വെൽഡ് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. ഓട്ടയിൽ പോകുന്നുണ്ടോ? ഇത്രയും ഇവിടെ ആവശ്യമില്ല, കാരണം കനം കുറഞ്ഞ പൈപ്പാണ്. ഓക്കെ, ഇത്രയാണ് ഈ വെൽഡിംഗ് മെഷീന്റെ കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഐബലിന്റെ 220 ആംസ് 276 എന്ന് പറഞ്ഞ മോഡൽ മെഷീന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് വെൽഡ് ചെയ്ത് കണ്ടു 10 കേജിന്റെയും അതുപോലെ 8 കേജിന്റെയും റാഡ് ഉപയോഗിച്ചിട്ട്. 8 കേജ് സാധാരണ നമുക്ക് 8 കേജ് റാഡൊക്കെ വെൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇതേപോലെ നല്ല ക്വാളിറ്റിയുള്ള വെൽഡിംഗ് മെഷീൻ തന്നെ വേണം. നമുക്കറിയാം ഇപ്പോൾ ഒരു 3500, ഇപ്പോൾ ഇത് 250 ആംസ് എന്നാണ് ഇതിൽ എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ അതുകൊണ്ട് നമുക്ക് 12 കേജിന് ഞങ്ങൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം കനം കുറഞ്ഞ് വെൽഡ് ചെയ്യാനായിട്ട് 12 കേജിനൊക്കെ നമുക്കൊരു ഡൊമസ്റ്റിക് പർപ്പസിനാണ് നമ്മൾ ഈ കുറഞ്ഞ ടൈപ്പ് വെൽഡിംഗ് മെഷീൻസ് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. അത് അങ്ങനെയുള്ള കാരണം വെച്ചാൽ വാങ്ങുന്ന ഒരു കസ്റ്റമർക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവരുത് എന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ ഈ വില കുറഞ്ഞ മെഷീൻസുകൾ, നമുക്കത് കംപ്ലൈൻറ്റ് ആകുമെന്ന് കരുതിയിട്ടല്ല, പക്ഷേ നമ്മളത് കംപ്ലൈൻറ്റ് ആവാൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് ഡൊമസ്റ്റിക് വീട്ടിലെ ചെറിയ പണികൾക്ക്, അങ്ങനെയുള്ള കുറച്ച് വെൽഡിങ് ഉള്ള ആൾക്ക് മാത്രമാണ് നമ്മൾ അങ്ങനെയുള്ള മെഷീൻസുകൾ, ഈ വില കുറഞ്ഞ മെഷീൻസുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യാം. പ്രൊഫഷണലായിട്ട് വെൽഡിങ് വർക്ക് ചെയ്യുന്നവരും അതുപോലെ കുറച്ച് നല്ല ക്വാളിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമുക്ക് ഐബലോ അല്ലെങ്കിൽ സായിയോ ഒക്കെ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്ന മെഷീൻസാണ്. കണ്ടിന്യൂസ് വെൽഡ് ചെയ്യാം, സർവീസും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് കിട്ടുന്ന മെഷീനാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ അത് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കൂട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ബൈ.